ഹലോ എവ്രിവൺ. KGF എന്ന ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് 2023 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സലാർ പാർട്ട് 1 സീസ് ഫയർ. പ്രഭാസിനോടൊപ്പം നമ്മൾ മലയാളികളുടെ അഭിമാനമായ പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ സിനിമയിൽ നായികയായി വന്നിരിക്കുന്നത് ശ്രുതി ഹാസനാണ്. ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഈ സിനിമയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനു മുൻപായി സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമ കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1985 ഖാൻസാർ എന്ന സ്ഥലത്ത് മത്സരബുദ്ധിയും പകയും അസൂയയുമൊക്കെ വെച്ചു പുലർത്തിയിരുന്നവരുടെ ഇടയിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ ദേവരഥ, മറ്റേയാൾ വരദരാജമന്നാർ. ദേവ വരദരാജനെ കൂട്ടിക്കൊണ്ടുപോയി വരദന്റെ ചേട്ടന്റെ അടുത്ത് ചെന്ന് മന്നാർ കുടുംബത്തിന്റെ അടയാളമായ പാരമ്പര്യ സ്വത്തായ മൂക്കുത്തി വരദന് തിരിച്ചു കൊടുക്കണമെന്ന് പറയും. ആക്ച്വലി വരദന്റെ ചേട്ടൻ എന്ന് പറയുന്ന രുദ്ര അവന്റെ അച്ഛന്റെ ഒന്നാം ഭാര്യയിലെ മകനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛന് പിറന്നതുകൊണ്ട് ഈ മൂക്കുത്തി നിനക്ക് അർഹതപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വരദനെ കളിയാക്കുന്നത് പോലെ സംസാരിക്കും. എന്നിട്ട് തൻ്റെ ബോഡിഗാർഡായ ഗുസ്തിക്കാരനെ വീഴ്ത്തിയാൽ ഈ മൂക്കുത്തി തരാമെന്നും പറയും. ഇത് കേട്ടതും ടീനേജ് പ്രായത്തിലുള്ള ദേവ ഒരു ഇലക്ട്രിക് വയർ കട്ടിംഗ് പ്ലെയർ വെച്ച് അറുത്ത് ആ ഗുസ്തിക്കാരനെ വാശി കയറ്റി ഗുസ്തിക്ക് വിളിക്കും. ഇവനൊരു ചെറിയ പയ്യനെന്ന് കരുതി ഒഴിവാക്കുന്നുണ്ടെങ്കിലും ഇവന്റെ പ്രകോപനവും കൂടി നിൽക്കുന്നവരുടെ ആവേശവും കണ്ട് ആ ഗുസ്തിക്കാരൻ ദേവയുമായി ഗുസ്തി പിടിക്കാൻ പോവും. എന്നാ ദേവ ആ ഗുസ്തിക്കാരൻ അടുത്തു വന്ന് ഇവനെ തൊടാനായപ്പോഴേക്കും അവൻ അറുത്തു വെച്ചിരുന്ന ഇലക്ട്രിക് വയറിൽ തൊട്ട് സ്വയം ഷോക്കടിപ്പിക്കും. ആ സമയം ദേവയെ തൊട്ട ഗുസ്തിക്കാരനും ഷോക്കേറ്റു. രണ്ടുപേരും നിലത്തു വീണു. ബോധം കെട്ട് മയങ്ങി വീണ ദേവയെ വരദൻ വന്ന് എഴുന്നേൽപ്പിക്കും. ബോധം തെളിഞ്ഞ ദേവ ആദ്യം ചോദിച്ചത് ആ ഗുസ്തിക്കാരൻ വീണില്ലേ എന്നാണ്. ആ ഗുസ്തിക്കാരൻ വീണതുകൊണ്ട് തന്നെ രുദ്ര വരദന് അവരുടെ പാരമ്പര്യ സ്വത്തിന്റെ അടയാളമായ മൂക്കുത്തി തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ദേവ അവന്റെ വീടിന്റെ ഡോറില് ഒരുപാട് ആണികൾ തറച്ചു വെച്ച് നല്ലപോലെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ആ സമയം ദേവയുടെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ വന്ന് ദേവയെ പിടിച്ചു വെച്ച് വാതിൽ ചവിട്ടി തുറന്ന് അവന്റെ അമ്മയുടെ സാരിയിൽ വലിച്ചു പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരാളുടെ ശബ്ദം കേൾക്കും. ചെറിയ പയ്യനാണെങ്കിലും വരദയെ കണ്ട് അവിടെയുള്ളവരെല്ലാം ഭയപ്പെട്ടു. എന്നിട്ട് വരദ എല്ലാവരോടുമായി അവരെ വിടാനായി പറയും. അതിന് ആ കൂട്ടത്തിലെ നേതാവും ഇത് നിങ്ങളുടെ അച്ഛന്റെ കൽപ്പനയാണ്, അതിനെ എതിർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയും. അതിന് വരദയും ഇവരെ വിട്ടാൽ ഈ ടെറിട്ടറി നിങ്ങളുടേതായിരിക്കുമെന്ന് പറഞ്ഞ് കയ്യിലെ വലിയ കാപ്പൂരി എറിഞ്ഞുകൊടുക്കും. ആക്ച്വലി ഓരോ ടെറിട്ടറിക്കും അധികാരിയായി ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ട്. വരദന് 2 ചെറിയ ടെറിട്ടറിയും ഒരു വലിയ ടെറിട്ടറിയും ഉണ്ട്. അതിൽ വലുതാണ് അവൻ ഇപ്പോൾ ഊരിക്കൊടുത്തത്. വന്നവനും ഉള്ളതിൽ വലിയ ടെറിട്ടറി തനിക്ക് കിട്ടി. ഇനി അതിന്റെ അധിപൻ താനാണെന്നുള്ള സന്തോഷത്തിൽ ആ കാപ്പ് എടുത്തിട്ട് ആളുകളെയും കൂട്ടി അവിടുന്ന് പോവും. അങ്ങനെ വരദ ദേവയെയും അവന്റെ അമ്മയെയും രക്ഷിക്കും. എന്നിട്ട് ഇനി ഇവിടെ നിൽക്കണ്ട, നിന്നാ പ്രശ്നമാവുമെന്ന് പറഞ്ഞ് ദേവയെയും അമ്മയെയും അവിടുന്ന് വേറെ നാട്ടിലേക്ക് പറഞ്ഞയക്കും. പോകുന്നതിന് മുൻപ് അമ്മ ദേവയോട് ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരില്ല എന്ന് സത്യം ചെയ്യാൻ പറയും. എന്നാൽ ദേവ അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുക്കാതെ നേരെ വരദന്റെ മുന്നിൽ വന്ന് നീ വിളിച്ചാ ഞാൻ വീണ്ടും വരും, നിനക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വരദന് സത്യം ചെയ്തു കൊടുത്തിട്ട് അമ്മയും കൂട്ടി ആ നാട്ടിൽ നിന്ന് പോവും. ഇവർ പോകുന്നത് നോക്കി നിൽക്കുന്ന വരദനോട് അവന്റെ കൂടെയുള്ള ഒരാൾ സുൽത്താന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വേറെ ആരോടും അത് പറയാതെ ഒരാളോട് മാത്രം പോയി പറയും. ആ ആള് ഒറ്റയ്ക്ക് നിന്ന് സുൽത്താന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കും. ആ ആൾ എങ്ങനെയായിരുന്നോ അതേപോലെയാണ് വരദന് ദേവ. സുൽത്താന്റെ കൂടെയുണ്ടായിരുന്ന ആ ആളിന്റെ പേരെന്താണെന്ന് അറിയോ എന്ന് വരദനോട് ചോദിക്കുമ്പോൾ വരദനും സലാർ എന്ന് പറയും. ഇപ്പൊ 2017 ന്യൂഡൽഹിയിൽ ഹൈടെക് ഹാക്കിംഗ് എല്ലാം ചെയ്യുന്ന ഒരു പയ്യനെയാണ് കാണിക്കുന്നത്. ഇവന് ഒരു നോട്ടിഫിക്കേഷൻ വരും. എന്താണെന്ന് വെച്ചാൽ 7 വർഷമായി ഒരു ഗ്യാങ് ഒരു പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പെണ്ണ് വേറെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടി. ഈ പയ്യൻ ഈ കാര്യം നേരെ ഹൈദരാബാദിലുള്ള ഗോകുലമ്മ എന്ന സ്ത്രീയെ ഫോൺ ചെയ്ത് പറയും. ഈ ഗോകുലമ്മ ആ നാട്ടിലെ പൊളിറ്റിക്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർ ഈ ന്യൂസ് അറിഞ്ഞ് 7 വർഷം പുറത്തു വരാതിരുന്നവൾ ഇപ്പൊ പുറത്തു വന്നു. അവളെ തനിക്ക് ജീവനോടെ വേണം, എത്ര പേര് വേണമെങ്കിലും പൊയ്ക്കോ, എനിക്ക് അവളെ ജീവനോടെ കൊണ്ടു തരണമെന്ന് പറയും. അങ്ങനെ ആ പെണ്ണിനെ അന്വേഷിച്ച് ഒരുപാട് ആളുകൾ പോവും. ഇപ്പോൾ കൃഷ്ണകാന്ത് എന്നയാൾ ഒരു ഗോഡൌണിലുള്ള ബിലാൽ എന്നയാളെ ഫോൺ ചെയ്ത് തൻ്റെ മകളെ രക്ഷിക്കണമെന്ന് പറയും. എൻ്റെ മകൾ ഞാൻ അറിയാതെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചാൻ തുടങ്ങി.
ഈ ബിലാലും അവിടെയുള്ളവരെയെല്ലാം പുറത്താക്കി അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോൺ എടുത്ത് ഒരാൾക്ക് കോൾ ചെയ്ത് 7 വർഷം മുൻപ് കൊടുത്ത ഒരു വാക്ക് ഇന്ന് നമ്മൾ പാലിക്കണമെന്ന് പറയും. ഇപ്പോഴാണ് നായകന്റെ എൻട്രി. എന്നാൽ ഇപ്പോൾ നായകന്റെ മുഖം വ്യക്തമായി കാണിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ രക്ഷിക്കണമെന്ന പോലെ പറയും. ആ പെണ്ണും വാരണാസി എയർപോർട്ടിൽ വന്നിറങ്ങും. ഇതാണ് നമ്മുടെ നായിക ആദ്യ ഒരു ടാക്സിയിൽ പോകുന്ന സമയത്ത് 4-5 കാറ് വന്ന് അവളെ ഫോളോ ചെയ്യും. എന്നിട്ട് വഴിയിൽ തടഞ്ഞ് വില്ലന്റെ ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുപോകും. എന്നാൽ ആദ്യയെ കയറ്റിയത് ഒരു ട്രാവലറിലാണ്. ആ ട്രാവലർ ഓടിക്കുന്നത് ബിലാൽ അവർക്ക് രക്ഷപ്പെടാനായി മുൻകൂട്ടി തന്നെ ഫോളോ ചെയ്യുന്ന കാറുകളുടെ ടയറിന്റെ മേലെ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇവർ ട്രാവലറിൽ റൂട്ട് മാറ്റി പോകുന്ന സമയത്ത് ഫോളോ ചെയ്ത് വരാതിരിക്കാനായി ടയറിന്റെ മേലെയുള്ള ആ ഡിവൈസ് ഓൺ ചെയ്ത് ടയർ പൊട്ടിക്കും. എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടും. അങ്ങനെ നായികയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ വണ്ടിയിൽ നിന്നിറങ്ങിയ നിങ്ങൾ ആരാണ്, എന്നെ എന്തിനാണ് പിടിച്ചോണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ബിലാലിന്റെ ഫോണിലേക്ക് കൃഷ്ണകാന്ത് വിളിച്ച് ആദ്യയോട് സംസാരിക്കും. ഇനി നീ ബിലാൽ പറയുന്നതാണ് അനുസരിക്കേണ്ടത്. എൻ്റെ ഫോണിലേക്ക് ഒരിക്കലും വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. എന്നിട്ട് ബിലാൽ ആദ്യയോട് ഇനി നിന്നെ രക്ഷിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നും പറഞ്ഞ് ആസാമിലെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. ഈ അമ്മ ടൈലറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ഈ അമ്മയുടെ അടുത്തേക്ക് വന്ന് സ്കൂളിലേക്ക് പുതിയ ഇംഗ്ലീഷ് ടീച്ചർ ജോലിക്ക് വേണ്ടി വന്നതാണെന്ന് പറയും. അമ്മയും തൻ്റെ കുട്ടികൾക്ക് നിന്നെ ഇഷ്ടമായ നിനക്കിവിടെ തുടരാമെന്നും പറഞ്ഞ് ഔട്ട് ഹൗസിൽ താമസിപ്പിക്കും. ഈ അമ്മയ്ക്ക് ഇത് കൃഷ്ണകാന്തിന്റെ മകളാണെന്ന് അറിയില്ല. ഈ അമ്മ വേറെ ആരുമല്ല, ദേവയുടെ അമ്മയാണ്. ഇപ്പോൾ നായകൻ വീട്ടിലേക്ക് വരും. അമ്മയും മകനും അങ്ങനെ സംസാരിക്കാറില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകാനായി ഡോറ് തുറക്കുമ്പോൾ അത് തുറക്കാൻ കഴിയുന്നില്ല. അതാരോ പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. എന്നാൽ എങ്ങനെയൊക്കെയോ വാതിൽ തുറന്ന് സ്കൂളിലെത്തി. ഈ അമ്മയുടെ രീതികൾ കണ്ട് പരിഭ്രമിച്ച് നിൽക്കുന്ന നായികയോട് സ്കൂളിലെ പിയൂൺ, ഈ അമ്മ അതായത് നായകന്റെ അമ്മ അവിടുത്തെ സ്കൂളിലെ മെയിൻ ടീച്ചറാണ്. ആക്ച്വലി ഇവർ താമസിക്കുന്ന നാട് ഒരു കോൾ മൈനിന്റെ അടുത്താണ്. അവിടെ ചെറിയ കുട്ടികളും ജോലി ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നായകനും അമ്മയും ആ നാട്ടിലേക്ക് വന്നത്. എന്നിട്ട് അവിടെയുള്ളവരോട് ഈ പ്രായത്തിൽ കുട്ടികൾ സ്കൂളിലാണ് പോകേണ്ടത്, നിങ്ങൾ മാത്രം പണിക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കും. അതിനുശേഷം കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ നായകനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവനും ആ മൈനിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ആരോടും സംസാരിക്കില്ല. ആരെന്ത് പ്രശ്നത്തിന് വന്നാലും ഒതുങ്ങി വഴി മാറിപ്പോവും. എന്നും ചെറിയ കുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കും. അവരിവനെ എത്ര കളിയാക്കിയാലും ആരോടും പരാതിയുമില്ല. ഇവന്റെ പേര് ദേവ. ഇവിടെ നായികയെ എത്ര അന്വേഷിച്ചിട്ടും കണ്ടുകിട്ടാത്തത് കൊണ്ട് ഗോകുലമ്മ വളരെ ദേഷ്യത്തിലാണ്. എന്നിട്ടൊരു വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഇരുട്ടില് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടാവും. 7 വർഷമായിട്ട് ഒരു പകയുടെ പേരിൽ നല്ല ഭക്ഷണം കഴിക്കാതെ കൃഷ്ണകാന്തിനോടും അയാളുടെ മകളോടും പ്രതികാരം ചെയ്യണമെന്ന ചിന്തയോടെ ജീവിച്ചു വരികയാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുട്ടത്തിരുന്ന് അവനെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോകുലമ്മ വന്ന് അവരെ കൊല്ലണമെങ്കിൽ നീ ആദ്യം ജീവനോടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അവൾക്ക് ചോറ് വാരി കൊടുക്കും. ഇപ്പുറത്ത് ന്യൂഡൽഹിയിലെ ടീം ആദ്യയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി അവർക്ക് വേണ്ടത് നായികയല്ല, ആ ടീമിന് ഇന്ത്യയിലുള്ള എല്ലാ CCTV ആക്സസും ഉണ്ട്. ഇവർ ഒരുത്തനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഒരു CCTVയിലും പെട്ടിട്ടില്ല. സോ അവനെ പിടിക്കണമെങ്കിൽ നായികയെ പിടിക്കണം. നായികക്കൊരു പ്രശ്നം വന്നാലേ 7 വർഷം മുൻപ് കൊടുത്ത വാക്ക് പാലിക്കാൻ നായകൻ പുറത്തു വരുള്ളൂ. ഇവർ ഈ അന്വേഷിക്കുന്നയാൾ വേറെ ആരുമല്ല, നായകനെ തന്നെയാണ്, ദേവയെ. ഇവിടെ ക്ലാസ്സിൽ കുട്ടികൾ ആദ്യയെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കാതെ മേലേക്ക് പേപ്പർ എറിഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സമാധാനത്തിൽ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ അതൊന്നും കേൾക്കുന്നില്ല. സഹി കേട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ ടീച്ചറമ്മ അവിടേക്ക് വന്ന് ആദ്യയെ മാർക്കറ്റിൽ ചെന്ന് ബൾബ് വാങ്ങിക്കാനായി പറഞ്ഞയക്കും. ഈ സമയം കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോള് നായകന്റെ വണ്ടിയുടെ അടിയിലേക്ക് പോകും. അപ്പോൾ ഒരു കുട്ടി വണ്ടിയുടെ മുന്നിൽ ഒരു പെട്ടി പോലെ കണ്ട് അതെന്താണെന്ന് തുറന്നു നോക്കും. അതില് തോക്കായിരിക്കും. എന്നാൽ അപ്പോഴേക്കും ദേവ അങ്ങോട്ടേക്ക് വന്ന് എന്നെ എന്താണ് കളിക്കാൻ കൂട്ടാത്തതെന്ന് പറഞ്ഞതും കുട്ടികൾ അവിടുന്ന് പോവും. ഭാഗ്യത്തിന് അവരാ തോക്കൊന്നും കണ്ടില്ല. ദേവ വേഗം ആ ഡോറ് ക്ലോസ് ചെയ്യും. അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ദേവയെ കോൾ ചെയ്ത് ആദ്യയെ ബൾബ് വാങ്ങിക്കാനായി മാർക്കറ്റിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് പറയും. നായിക ബൾബും ട്യൂബും എല്ലാം വാങ്ങി വരുന്ന സമയത്ത് മാർക്കറ്റിൽ വെച്ച് 4 പേര് ഇവളെ ശല്യപ്പെടുത്തുന്നുണ്ട്.
ആ സമയം നായകൻ അവിടേക്ക് വരും. ദേവ അവരെ ഇടിച്ചിടുമെന്നൊക്കെ നമ്മൾ വിചാരിക്കെങ്കിലും ദേവ ഒരു വഴക്കിനും പോവില്ല. ഇത് ആദ്യക്കും വളരെ വിഷമമായി. വന്നവർ ഇവനെ കളിയാക്കി ആദ്യയുടെ ദേഹത്ത് തൊടുന്ന സമയത്ത് പോലീസ് ജീപ്പ് വരുന്ന സൗണ്ട് കേട്ട് അവരവിടുന്ന് ഓടി രക്ഷപ്പെടും. ആദ്യക്കും ദേഷ്യം വന്ന് ഇവനാണോ എന്നെ രക്ഷിക്കാൻ പോകുന്നത് എന്നോർത്ത് അവിടുന്ന് പോവും. അതിനുശേഷം ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ആ കുട്ടിയും ഫ്രണ്ട്സും കേക്ക് കട്ട് ചെയ്യാനെന്നും പറഞ്ഞ് പ്ലാസ്റ്റിക് കത്തി ദേവയുടെ കയ്യിൽ കൊടുത്ത് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ യാദൃശ്ചികമായി ഒരു തീപിടുത്തം നടക്കും. എന്നാൽ ഇതെല്ലാം കണ്ട അമ്മയും ഒരു പ്ലാസ്റ്റിക് കത്തി പോലും തന്റെ മകൻ എടുക്കരുതെന്ന് കരുതി ആ കത്തി പോലും ദേവയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും. അവിടുന്ന് കട്ട് ചെയ്ത ഹാർബറിൽ 3 കണ്ടെയ്നറിൽ പാർസൽ വേറൊരു സ്ഥലത്തേക്ക് ഡെലിവറിക്കായി കൊണ്ടുപോകണം. ഒരു ഫോറിനർ ഇതെങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ വിചാരിച്ച അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കണ്ടെയ്നറിലുള്ള ബോക്സിൽ സീല് വെക്കും. ആ സീല് വെച്ച് ഡെലിവറി ആകേണ്ട സ്ഥലത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കസ്റ്റംസ് പിടിക്കും. കണ്ടെയ്നർ തുറന്ന് സീല് കണ്ടതും കസ്റ്റംസ് ഓഫീസർ ഭയന്നു. എന്നിട്ട് കണ്ടെയ്നർ വേഗം ചെക്ക് പോസ്റ്റ് കടത്തിവിട്ട് മറ്റെല്ലാ ചെക്ക് പോസ്റ്റുകളിലേക്കും ഹയർ ഓഫീസർമാർക്കും ഈ കാര്യം ഇൻഫോം ചെയ്തു. കാരണം ഈ സീല് വെച്ച വണ്ടി ആരും തടയാൻ പാടില്ല. എങ്ങാനും തടഞ്ഞ ആ തടഞ്ഞവന്റെ മരണം ഉറപ്പാണ്. അതും വളരെ മൃഗീയമായി. ഈ കസ്റ്റംസ് ഓഫീസർ ഭയന്നത് കണ്ട് അസിസ്റ്റന്റ് ഓഫീസർ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കും. അതിന് അയാളും ഈ സീൽ ഒരു നാടിന്റെ സ്വന്തമാണ്. ആ നാട്ടില് അവർക്ക് വേണ്ടി ഒരു പട തന്നെയുണ്ട്. ഇവിടെ നമ്മുടെ അടുത്തുള്ളതിനേക്കാൾ കൂടുതൽ വെപ്പൺസ് അവിടെയുണ്ട്. ആ നാട് ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഈ സീൽ ആ നാട്ടിലെയാണ്. അവിടെ എല്ലാ അധികാരവും ആ കുടുംബത്തിനാണ്. ഇത്രയും കാലം ഇതിനെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഈ സീല് കണ്ടപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി. ആ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വല്ലാതെ ഭയം തോന്നുന്നു എന്നൊക്കെ ആ കസ്റ്റംസ് ഓഫീസർ പറയും. ഇപ്പൊ ആ കൺസൈൻമെന്റ് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഗോകുലമ്മ നായികയെ കിട്ടാത്തത് കൊണ്ട് അവളുടെ ഫോട്ടോ അവരുടെ ഗ്യാങ്ങിലെ എല്ലാവർക്കും അവരുടെ അടിയാളുകൾക്കും ഈ ഫോട്ടോ വാട്സപ്പിൽ സെൻഡ് ചെയ്യും. ഇവിടെ മൈൻഡ് ജോലി ചെയ്യുന്ന ദേവയ്ക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കണം. അമ്മ ഇതിന് പോകുമ്പോൾ ഈ ജോലിയെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നായിക ചോറ്റുപാത്രം എടുത്തു പോവും. എന്നാൽ കറി എടുത്തിട്ടുണ്ടാവില്ല. ഇത് കണ്ട അമ്മയും ഒരു പണിയും മര്യാദയ്ക്ക് ചെയ്യില്ല എന്നും പറഞ്ഞ് കറിയും കൊണ്ട് ദേവയുടെ അടുത്തേക്ക് പോവും. അപ്പോഴേക്കും നായികയുടെ ഫോട്ടോ എല്ലാവരുടെ ഫോണിലേക്കും വന്നിട്ടുണ്ടാവും. കുറച്ച് ദിവസം മുൻപ് മാർക്കറ്റിൽ വെച്ച് നായികയെ ശല്യം ചെയ്തവന്മാർക്കും നായികയുടെ ഫോട്ടോ വന്നിട്ടുണ്ടാവും. ഇത് കണ്ട് ഫോട്ടോ അയച്ചവനെ വിളിച്ച് ഈ പെണ്ണ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ലൊക്കേഷനും അയക്കും. ഈ ലൊക്കേഷനിൽ, അതായത് നായകനുള്ള ഈ നാട് ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ഒരു CCTVയോ വലിയ നെറ്റ്വർക്കോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള സ്ഥലത്താണ് നായകൻ താമസിക്കുന്നത്. ഇപ്പൊ നായിക ഈ നാട്ടിലുണ്ടെന്ന് ഇൻഫോർമേഷൻ കിട്ടിയത് കൊണ്ട് കുറച്ച് ഗുണ്ടകൾ നായികയെ കൊണ്ടുവരാനായി അങ്ങോട്ടേക്ക് വരും. നായിക എവിടെയാണെന്നുള്ള വിവരം ഗോകുലമ്മയും അറിഞ്ഞു. എന്നിട്ട് ഒരുപാട് പേരെ ഗ്യാങ്ങായി അവിടേക്ക് പറഞ്ഞയക്കും. പോകുന്നവരോട് അവിടെ എത്തിയാൽ അവളുടെ കൂടെ ഒരു സെൽഫി എടുത്ത് അയക്കണമെന്ന് പറയും. ഇവിടെ സ്പോട്ടിൽ ഗോകുലമ്മയുടെ ടീം വന്ന് നായികയുടെ കൂടെ സെൽഫിയും എടുത്ത് നായികയെ അവിടുന്ന് വലിച്ചയച്ചു കൊണ്ടുപോകും. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടുവന്ന അമ്മയും ആ പെൺകുട്ടിയെ ആരെങ്കിലും രക്ഷിക്കുകയെന്ന് കെഞ്ചുന്ന പോലെ അവിടെയുള്ളവരോടൊക്കെ പറയുമ്പോൾ അവിടെ പണിയെടുക്കുന്നവരിൽ ഒരാൾ, നിങ്ങളുടെ മകനുണ്ടല്ലോ ഇവിടെ, അവനോട് പറയെന്ന് പറഞ്ഞ് അവരവരുടെ ജോലി നോക്കാൻ പോവും. എന്നിട്ട് അമ്മ ദേവയോട്, നിന്നോട് ഒരു പ്രശ്നങ്ങൾക്കും പോകരുതെന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ചത് ഞാനാണ്. എന്നാൽ ഇപ്പോ ഞാൻ ആ സത്യം പിൻവലിക്കുകയാണ്. പോയി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞതും അവിടെ ഗംഭീരമായൊരു ഫൈറ്റ് നടക്കും. ഈ ഫൈറ്റിന് മുൻപായി വന്നവൻ നായികയെ നിർത്തി സെൽഫി എടുത്തിരുന്നല്ലോ, അത് അയച്ചു കൊടുത്തതും ആ ഫോട്ടോയുടെ ഒരു മൂലയിൽ നായകനെ കണ്ടതും എല്ലാ നാട്ടിലെ ഗുണ്ടകളും വിറയ്ക്കാൻ തുടങ്ങി. നായികയെ രക്ഷിച്ചത് ദേവയാണെന്ന കാര്യം ഗോകുലമ്മയ്ക്ക് അറിയില്ല. വേറെ ഏതോ ഒരുത്തനാണെന്ന് കരുതിയിരിക്കുകയാണ്. എന്നിട്ട് നായകനെ വെട്ടി കഷ്ണമാക്കി ആ പെണ്ണിനെ പിടിച്ചോണ്ട് വായെന്നും പറഞ്ഞ് ഒരുപാട് ആളുകളെ അയക്കും. അതിനുശേഷം ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ നായകനെയും കൂട്ടി പോകാൻ ഒരുങ്ങും. ആക്ച്വലി ആദ്യ ഇന്ത്യയിലേക്ക് വന്നതിന് കാരണം അവളുടെ അമ്മയുടെ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടിയായിരിക്കും. ആദ്യം അവളുടെ അമ്മയുടെ ചിതാഭസ്മം എടുത്ത് നായകന് കൊടുത്ത് എനിക്ക് വേണ്ടി ഈ ഒരു സഹായം ചെയ്യണമെന്ന് പറയും. നെക്സ്റ്റ് ഡേ ദേവയും അമ്മയും അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ആ നാട്ടിൽ നിന്ന് പോവും. ആദ്യയെ ബിലാലിനോട് സേഫ് ആയിട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഇവരവിടുന്ന് പോയി. ഇപ്പൊ കണ്ടെയ്നറിലെ സീല് വെച്ച് എടുത്തോണ്ട് വരുന്നവന് ഇപ്പൊ പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാ ഡെലിവറി ചെയ്യേണ്ട സ്ഥലം മാറിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു പെണ്ണിനെ പിടിച്ചു കയറ്റി സീൽ വെച്ച് കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറയും. അങ്ങനെ കണ്ടെയ്നർ നായകനുള്ള സ്ഥലത്തേക്ക് വരും. എന്നിട്ട് നായികയെ പിടിച്ച് സീൽ ചെയ്ത് കണ്ടെയ്നറിലും കയറ്റും, കൂടെ ബിലാലിനെയും. എന്നിട്ട് അവിടുന്ന് ഡെലിവറിക്കായുള്ള സ്ഥലത്തേക്ക് പോവും.
ഇപ്പുറത്ത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അമ്മ ദൂരെയായി ഈ സംഭവങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ആദ്യയെ ഇങ്ങനെ തനിച്ചാക്കി പോന്നതിൽ വല്ലായ്മ തോന്നി നായകനോട് അവളെ രക്ഷിക്കുക എന്ന പോലെ അവന്റെ കൈയിന്റെ മേലെ കൈവച്ചു. അപ്പൊ നായകൻ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ജീപ്പ് ഒരു മലയുടെ മുകളിൽ നിർത്തി ഗണ്ണെല്ലാം നിരത്തി വെച്ചു. ഇവിടെ ബിലാലും ആദ്യയും കണ്ടെയ്നറിൽ പോകുന്ന സമയത്ത് ആരാണ് ഇവരൊക്കെ, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതിന് ബിലാൽ വേറൊന്നും പറയാതെ എവിടെയെങ്കിലും നന്നായി മുറുകെ പിടിച്ചോ എന്ന് മാത്രം പറയും. അങ്ങനെ ആ കണ്ടെയ്നർ ബിൽഡിങ്ങുകൾക്ക് നടുവിലൂടെ പോയി ഒരു ഗേറ്റിന് അടുത്തെത്താറായപ്പോ നായകൻ ദൂരെ മലമുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കണ്ടെയ്നർ ബ്ലാസ്റ്റ് ആവും. അവിടെ വലിയ രീതിയിൽ ബ്ലാസ്റ്റും ഗൺ ഫയറിങ്ങും എല്ലാം നടന്നു. ഇപ്പുറത്ത് കൃഷ്ണകാന്ത് നേരെ ഗോകുലമ്മയുടെ അടുത്തേക്ക് വന്ന്, നിങ്ങൾക്ക് എൻ്റെ ജീവനല്ലേ വേണ്ടത്, അതെടുത്ത് എൻ്റെ മോളെ വെറുതെ വിട്ടേക്ക് എന്ന് പറയും. അതിന് ഗോകുലമ്മയും ആദ്യം നിന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ മകളെ കൊല്ലും, അതിനുശേഷം നിന്നെയും എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണകാന്തും എൻ്റെ മകൾ ആരോടൊപ്പമാണുള്ളതെന്നറിഞ്ഞ നിങ്ങൾ എങ്ങനെയൊന്നും പറയില്ല എന്ന് പറയും. ആ സമയം ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്തെ CCTV വിഷ്വൽസ് ഹാക്ക് ചെയ്ത് അതവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അതിന് നായികയുടെ കൂടെയുള്ളത് ദേവയാണെന്ന് അവർക്ക് മനസ്സിലായി. ദേവയെ കണ്ട് ഗോകുലമ്മ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇത്ര നാളും ഇരുട്ടറയിൽ നിന്നിരുന്ന രമ ദേവ എന്ന പേര് കേട്ടതും ആക്രോശത്തോടെ എഴുന്നേറ്റു. എന്നിട്ട് പ്രതികാരത്തോടെ ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നുണ്ട് എന്ന് പറയും. ഇപ്പുറത്ത് നായകൻ ഒരു ഗംഭീര ഫൈറ്റ് നടത്തി എല്ലാവരെയും കൊന്ന് സീൽ വെച്ച കണ്ടെയ്നർ നായകൻ നിർത്തുകയും ചെയ്യും. ഇന്ത്യയിൽ ആദ്യമായാണ് സീൽ വെച്ച കണ്ടെയ്നർ ഒരാൾ നിർത്തുന്നത്. ഇക്കാര്യം ആ സീലിന്റെ ഓണറും അറിഞ്ഞു. ഈ സീൽ ആരാണ് നിർത്തിയതെന്ന് അറിയുമോ എന്ന് ഓണറിനോട് പറയുമ്പോൾ ഇവിടെ വരദരാജൻ മന്നാറിന്റെ എൻട്രി. ഈ വരദരാജനാണ് ആ സീലിന്റെ ഓണർ. എന്നിട്ട് വരദനും ഇന്ത്യയിൽ ഈ സീല് നിർത്താൻ ധൈര്യമുള്ള ഒരുത്തൻ എൻ്റെ കൂട്ടുകാരൻ മാത്രമാണ് ദേവ എന്ന് പറയും. ഇപ്പൊ രമ ഇത്ര നാളും അവൾ നടത്തിയ പ്ലാനിങ്ങിനെ കുറിച്ച് പറയും. ആരൊക്കെ തലകുത്തി മറിഞ്ഞ് അന്വേഷിച്ചിട്ടും ദേവ എവിടെയാണെന്നുള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് അവൻ തന്നെ വിചാരിക്കണം. ദേവ പുറത്തു വരണമെങ്കിൽ അതിന് കൃഷ്ണകാന്തിന്റെ മകൾ ഇന്ത്യയിലേക്ക് വരണം. അതിന് നായികയെ ഫോളോ ചെയ്ത് ഇന്ത്യയിലേക്ക് വരുത്തിച്ച് എല്ലാരും അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച നായകൻ പുറത്തു വരും. എന്ന നായിക സാധാരണമായി പുറത്തു വരരുത്, ഒരു സീൽ പ്രൊഡക്റ്റായി പുറത്തു വരണം. അതിനെല്ലാം വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ചുരുക്കി പറയുകയാണെങ്കിൽ ചെറിയ മീനിനെ ഇട്ട് വലിയ മീനിനെ പിടിക്കുക, അത്ര തന്നെ. ഇപ്പൊ ഈ സീൽ സ്റ്റോപ്പ് ചെയ്താ അത് ദേവയ്ക്കും വരദയ്ക്കും ഇടയിൽ പ്രശ്നമുണ്ടാക്കും. കാരണം സീലിന്റെ ഓണർ വരദനാണ്. അത് മാത്രമല്ല തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവരുടെ രണ്ടുപേരുടെയും സൗഹൃദമാണ്. ദേവ ഒരിക്കലും വരദയുടെ വാക്ക് നിഷേധിക്കില്ല. ഇപ്പൊ ഈ പെണ്ണിന് വേണ്ടി വരദയെ എതിർക്കണമെങ്കിൽ അത് സീൽ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ഇപ്പോ സീലും ബ്രേക്ക് ചെയ്യിപ്പിച്ചു. ഈ ന്യൂസ് വരദയുടെ ചെവിയിലും എത്തി. എന്നിട്ട് കൂടെയുള്ളവർ സീല് ബ്രേക്ക് ചെയ്തവനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അതിന് വരദയും റൂൾ ആർക്കും വേണ്ടി മാറില്ല, സീൽ സ്റ്റോപ്പ് ചെയ്തവനെ കൊല്ലണമെന്ന് പറയും. അങ്ങനെ ആളുകളെയും അയക്കും. കാരണം ഈ സീൽ ഉണ്ടാക്കിയതും ഈ നിയമം ഉണ്ടാക്കിയതും ദേവയാണ്. സോ ഈ റൂൾ ഉണ്ടാക്കിയ ദേവയെ തന്നെ കൊല്ലണമെന്ന് വരദ പറയും. ഇപ്പുറത്ത് രമയും ഇവര് രണ്ടുപേരില് ആരെങ്കിലും ഒരാളെ ജീവനോടെ കാണൂ, അവനാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയും. അങ്ങനെ നായകനും അടിപൊളി ഒരു പോസിൽ നിൽക്കുന്നത് കാണിച്ച് ഇന്റർവെൽ ആവും. ഇനി സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ആദ്യയെ ബിലാലിന്റെ കൂടെ പറഞ്ഞയക്കുകയാണ് ദേവ. ആദ്യയും സത്യത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക്. 1000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കഥ. ഖാൻസാർ. ഇവർ ഭയങ്കരമായ കൊള്ളക്കാരാണ്. വലിയ വലിയ കൊള്ളക്കാരെല്ലാവരും ഖാൻസാറിലാണ് ഉള്ളത്. ഇവർ സാധാരണ രീതിയിൽ മോഷണം നടത്തില്ല. എല്ലാവരെയും കൊന്ന് കത്തിച്ച് ചാമ്പലാക്കും. അവിടെ വേരോടെ നശിപ്പിച്ച് അങ്ങനെയാണ് മോഷണം നടത്തുന്നത്. ഇവിടെ മോഷ്ടിച്ചതൊക്കെ ഖാൻസാറിലേക്കാണ് എടുത്തുകൊണ്ടു പോവുക. ഖാൻസാർ മലകൾക്കും കടലിനും നടുക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ 3 വംശജരായിരുന്നു ഉണ്ടായിരുന്നത്. മന്നാർ വംശം, സൗരംഗ്യ വംശം, ഗണ്യാർ വംശം. ഈ 3 വംശവും മറ്റുള്ളവർ എതിർക്കാൻ കഴിയാത്തത്ര ശക്തിയാർന്ന വംശങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ പോലും ഖാൻസാർ അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. മറ്റ് എല്ലാ സ്ഥലങ്ങളും ബ്രിട്ടീഷുകാർ കൈയടക്കിയപ്പോഴും ഇവിടെ വരാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ബ്രിട്ടീഷ് സൈന്യം പോലും തോറ്റുപോയ സ്ഥലമാണ് ഖാൻസാർ. അങ്ങനെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇതിൽ എല്ലാവരും ഭയപ്പെടുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഖാൻസാർ ഇന്ത്യയിൽ ചേർക്കണോ എന്നതായിരുന്നു. അപ്പോൾ 3 വംശത്തിനും തലവനായിരുന്ന ശിവമന്നാർ നേരെ ഡൽഹിയിലേക്ക് വന്നു. എന്നിട്ട് ഇന്ത്യയിലെ ചട്ടങ്ങളൊന്നും ഖാൻസാറിന് ബാധകമല്ല, എന്നാൽ ഖാൻസാറിൽ നടപ്പാക്കുന്ന എല്ലാ ചട്ടങ്ങളും ഇന്ത്യക്ക് ബാധകമാണെന്ന് പറഞ്ഞ് ഖാൻസാർ ഒരു രാജ്യമാക്കാനായി പ്ലാൻ ചെയ്തു.
ലോകത്തിലെവിടെയും മയക്കുമരുന്ന് സ്മഗ്ലിംഗ് ബിസിനസ് പോലുള്ള എന്ത് നടന്നാലും അതിലൊരു പങ്ക് ഖാൻസാറിന് കൊടുക്കണം. എല്ലാത്തിലും തലയിട്ട് എല്ലാം അവരുടെ കൈപ്പിടിയിലാക്കി ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരാതിരിക്കാനായി ഇന്ത്യയുടെ രാഷ്ട്രീയം തന്നെ അവരുടെ കയ്യിലുണ്ട്. ലോകത്തിൽ ഇവരെ എതിർക്കാൻ വേറെ ആരുമില്ല. എല്ലാവരെയും ഭയപ്പെടുത്തി ആ ഭയം കൊണ്ട് ഒരു കോട്ട തീർത്തയാളാണ് ശിവമന്നാർ. 3 വംശത്തെയും നന്നായി മനസ്സിലാക്കി കൺട്രോൾ ആക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അതിനായി ഖാൻസാറിന്റെ ചട്ടങ്ങൾ എന്ന് ഒരു ബുക്ക് എഴുതി അതിൽ നിബന്ധന എന്ന് പേര് വെച്ചു. ഈ റൂൾസ് അനുസരിച്ച് എല്ലാവരും അത് ഫോളോ ചെയ്യണം. എന്നിട്ട് ഖാൻസാറിനെ 101 ഭാഗമാക്കി തിരിച്ചു. അതിൽ ഓരോ ഭാഗത്തിനും ഓരോ തലവനായിരിക്കും. ഈ തലവന്മാരെ വീണ്ടും 3 ഭാഗമാക്കി തിരിച്ചു. ഇതിൽ 1 വോട്ട് വീതം കിട്ടുന്ന 63 പേരെ കാവൽക്കാരെന്ന് പറഞ്ഞു. കുറഞ്ഞത് 3 വോട്ട് വീതം കിട്ടുന്ന 8 പേരെ ഒരു ഗ്രൂപ്പായും 15 വോട്ട് വീതം കിട്ടിയ ശിവമന്നാർ താൻ തന്നെയാണ് രാജാവെന്ന് സ്വയം തീരുമാനിച്ച് സിംഹാസനത്തിലിരുന്നു. ഇങ്ങനെ 5 വോട്ട് കിട്ടിയ ആളെയാണ് കർത്ത എന്ന് വിളിക്കുന്നത്. അങ്ങനെ 1985 ശിവമന്നാർ മരിച്ചു. ശിവമന്നാരുടെ ഭരണശേഷം സൗരാംഗ്യ വംശത്തിന്റെ തലവനെ കർത്തയായി പ്രഖ്യാപിച്ചു. എന്നാൽ രാജമന്നാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തന്റെ അച്ഛന്റെ അധികാരം വേറൊരാൾക്കും പോകരുതെന്ന് കരുതി വലിയൊരു പടയെ കൂട്ടി സൗരാഗ്യ വംശത്തിലുള്ള എല്ലാവരെയും വളരെ ക്രൂരമായി കൊന്നൊടുക്കി. കുട്ടികളെന്നോ പ്രായമായവരെന്നോ നോക്കാതെ എല്ലാവരെയും കുത്തിയും വെട്ടിയും കൊന്നു. കാരണം ആ വംശത്തിലെ ആരും തന്നെ ഇനി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരാതിരിക്കാനായി. എങ്ങാനും ആരെങ്കിലും രക്ഷപ്പെട്ട പക തീർക്കാനായി വീണ്ടും വരുമെന്ന് കരുതി ആ വംശത്തിലെ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി. അതിനുശേഷം ഖാൻസാറിനെ വലിയൊരു ശക്തിയാക്കിയെടുത്ത് വലിയ വലിയ ചുമരുകളും ആർമികളും വെച്ച് ഒരു രാജവാഴ്ച തന്നെ നടത്തി. അങ്ങനെ ഇപ്പോൾ 2010 3 വോട്ടുകളുള്ള 5 പേർക്ക് പദവി തുല്യമായി കൊടുത്തു. ആ 5 പേര് ആരാണെന്ന് വെച്ചാൽ ആദ്യത്തെ ആൾ വാലി, 2 ഗുരു, 3 ജീക്ക, 4 രംഗ, 5 നാരൻ. ഇതിൽ ഈ രംഗ ആരാന്ന് വെച്ചാൽ ഭരത ദേവയെയും അമ്മയെയും രക്ഷിക്കാനായി ഒരു വലിയ ടെറിട്ടറി വിട്ടുകൊടുത്തിരുന്നല്ലോ. ആ ടെറിട്ടറി എടുത്തത് രംഗയുടെ അച്ഛനാണ്. സോ അയാളുടെ മകൻ എന്ന നിലയിൽ രംഗയ്ക്ക് ആ സ്ഥാനം കൊടുത്തു. ബാക്കിയുള്ള പദവികൾ തന്റെ കുടുംബത്തിലുള്ളവർക്കും തന്നെ കൊടുത്തു. രാജമന്നാരുടെ 1ാം ഭാര്യയുടെ സഹോദരൻ, രാജമന്നാരുടെ മരുമകൻ ഭാരവ, അതിനുശേഷം രാജമന്നാരുടെ 1ാം ഭാര്യയിലെ മൂത്ത മകൻ രുദ്ര, 1ാം ഭാര്യയിലെ മകൾ രാധാരമ. ആരും തന്നെ രാജമന്നാരെ എതിർത്ത് ഒന്നും പറയാറില്ല. 1000 വർഷമായി ആക്രമണ സ്വഭാവമുള്ള ഇവർ കഴിഞ്ഞ 25 വർഷമായി രാജമന്നാരുടെ വാക്കിന് മുഖ്യത്വം കൊടുത്ത് സമാധാനപരമായി ജീവിക്കുകയാണ്. ഇത്ര കാലമായും ആരും തന്നെ ഖാൻസാർ വിട്ടു പോയിട്ടില്ല. ആദ്യമായി രാജമന്നാർ പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കും. രാധാരമയും വന്ന് രാജമന്നാരോട് എന്തിനാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കും. അതിന് രാജമന്നാരും ഖാൻസാറിനെ ആർക്കും തടയാൻ പോലും കഴിയില്ല എന്ന് നിനക്കറിയാലോ. എന്നാലും ഈ രാജ്യത്തിന് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തു പോകുന്നത്. ഞാൻ പുറത്തു പോയി വരുന്നത് വരെ രാജ്യത്തെ നീ വേണം ഭദ്രമായി സംരക്ഷിക്കാനെന്നും പറഞ്ഞ് രമയുടെ ഇൻചാർജിൽ വിട്ടിട്ട് പോകുന്നതിന് മുൻപ് രമയുടെ ഭർത്താവ് ഭാരവ രാജമന്നാരോട് നിങ്ങളുടെ മകനെ നിങ്ങൾ മാറ്റി നിർത്തി, ചെറിയ പ്രായത്തിൽ ചെറിയൊരു തെറ്റിന്റെ പേരിൽ. എന്നാൽ എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് അവനു വേണ്ടി ഒരു കസാര ഒഴിച്ചിട്ടിരിക്കുന്നത് എനിക്കറിയാം. എത്ര നാൾ നിങ്ങൾക്കിതുപോലെ ചെയ്യാൻ കഴിയും? മകന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് പറയും. അടുത്ത ദിവസം തന്നെ രാജമന്നാർ എല്ലാവരെയും വിളിച്ചുകൂട്ടി സഭയിൽ വരദയെ ദൊരയാക്കാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. രംഗയോട് നീ എനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്യണം, നിന്റെ സ്ഥാനം എന്റെ മകൻ വരദയ്ക്ക് കൊടുക്കണമെന്ന് പറയും. എല്ലാവരുടെയും മുന്നിൽ വെച്ചായതുകൊണ്ട് രംഗ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കും. സഭ പിരിഞ്ഞ ശേഷം ഇതിനെക്കുറിച്ചോർത്ത് വിഷമിക്കുകയും ചെയ്തു. രാജമന്നാർ നേരെ പുറത്തേക്ക് പോയി. അതിനുശേഷം രാജമന്നാരുടെ മൂത്ത മകൻ രുദ്ര രംഗയോട് നിന്നോട് ഈ പദവി വിട്ടുകൊടുക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ എന്ന് ചോദിച്ച് അതിനുള്ള ഉത്തരവും പറഞ്ഞു കൊടുക്കും. ആ സമയം രാജമന്നാരുടെ മരുമകൻ ഭാരവ അവിടേക്ക് വന്ന് ഇവരോട് ഖാൻസാറിന്റെ നിബന്ധനയെക്കുറിച്ച് അറിയില്ലേ, അതിൽ പ്രധാനപ്പെട്ട ഒരു റൂളുണ്ട്. വലിയവന് പദവി സ്വന്തമായിരിക്കുമെന്നത്. അതായത് ആരാണോ ബലശാലി അവന് പദവി. നീയും വരദയും അടിച്ച് അതിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് പദവി എന്ന് പറഞ്ഞ് പിരികയറ്റും. എന്നിട്ട് അന്ന് രാത്രി തന്നെ രംഗ രുദ്രന്റെ ആൾക്കാരെയും കൂട്ടി വരദയുടെ നേരെ ഒരു ഗൺ ഫയറിങ്ങും നടത്തും. എന്നിട്ട് വരദയെ കൊല്ലാനായി നോക്കുമ്പോൾ അവിടെ മണി മുഴങ്ങും. നിബന്ധനയനുസരിച്ച് മണി അടിച്ച ശേഷം ആരെങ്കിലും കൊല്ലുന്നത് തെറ്റാണ്. ആരാണിതടിച്ചതെന്ന് നോക്കിയപ്പോൾ അത് രാധാരമയായിരുന്നു. അച്ഛൻ എന്നോട് ഈ രാജ്യം നിയമപ്രകാരം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് എല്ലാം നിയമപ്രകാരം മാത്രമേ നടക്കുള്ളൂ.
ഏറെക്കുറെ ഇത് ഒരു യുദ്ധം തന്നെയാണ്. ആ യുദ്ധം നിർത്തിവെക്കാനായി സീസ് ഫയറിന് പ്രഖ്യാപിക്കാറുണ്ട്. അതുപോലെ ഇവിടെ സീസ് ഫയർ പ്രഖ്യാപിച്ചു എന്ന് പറയും. അതിന് രുദ്ര സീസ് ഫയർ പ്രഖ്യാപിച്ചത് വേണോ വേണ്ടയോ എന്ന് വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കാമെന്ന് പറയും. അങ്ങനെ ഇലക്ഷൻ തീരുമാനിച്ചു. അതിനി 9 ദിവസം കൂടെയുണ്ട്. ഈ 9 ദിവസം മുഖ്യ പദവിയിലുള്ള ആരും ആരെയും കൊല്ലാൻ പാടില്ല. 9ാം ദിവസം സഭയിലുള്ള എല്ലാവരും ചേർന്ന് വോട്ടെടുപ്പ് നടത്തി സീസ് ഫയർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. സീസ് ഫയർ വേണമെന്നാണെങ്കിൽ ആരും ഒരു യുദ്ധത്തിനും തയ്യാറാവരുത്, കൊല ചെയ്യാനും പാടില്ല. അതിനുള്ളിൽ രാജമന്നാർ മടങ്ങി വരും. ഇപ്പൊ സീസ് ഫയർ വേണ്ട എന്നാണ് കൂടുതൽ വോട്ട് വന്നിരിക്കുന്നതെങ്കിൽ ഒരു യുദ്ധം വെക്കാം. ആരാരെയാണോ ജയിക്കുന്നത് അവർക്കായിരിക്കും ആ പദവി. അങ്ങനെ ഓരോരുത്തരും ഓരോ മിലിറ്ററിയെ കൂട്ടിക്കൊണ്ടുവരും. റഷ്യൻ, ഇറാൻ, അഹമ്മദാബാദ് എന്നിങ്ങനെ ഓരോരുത്തരുടേതായി ആർമിയെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ എല്ലാവരും അവരവരുടെ പണത്തിന്റെയും ബലത്തിന്റെയും അഹങ്കാരം കാണിക്കുമ്പോൾ വരദരാജ മന്നാർക്ക് ആരുമില്ല. ചുറ്റുമുള്ളവർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവനൊരു കാർ എടുത്ത് നേരെ നായകൻ ദേവയുടെ അടുത്ത് വന്ന് അവനെ കൂട്ടിയിട്ട് വരും. അങ്ങനെ ഖാൻസാറിന്റെ ഗേറ്റിന് മുന്നിൽ എൻട്രി നടത്തണം. എന്നിട്ട് വരദയുടെ ആളെന്ന് പറഞ്ഞ് ഒരേ ഒരാൾ മാത്രം, അതായത് ദേവ മാത്രം എൻട്രി നടത്തും. ഇത് കണ്ട ഗേറ്റിൽ നിൽക്കുന്ന സോൾജിയറും ദേവയോട് അകത്തേക്ക് പോകുന്നതിന് മുൻപ് നല്ലോണം ആലോചിച്ചോ, ഉള്ളിലോട്ട് പോയ ആരും പുറത്തേക്ക് വന്നിട്ടില്ല, നീ ഗേറ്റ് കണ്ടിട്ടു തന്നെ ഭയപ്പെടുന്നു, ഇതെല്ലാം നിന്നെ കൊണ്ടാകുമോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതിന് ദേവയും ഇത്രയും വലിയ ഗേറ്റ് എന്തിനാ വെച്ചതെന്ന, അകത്തുനിന്നാരും പുറത്തേക്ക് പോകാതിരിക്കാനല്ല, പുറത്തുനിന്നാരും അകത്തേക്ക് വരരുത് എന്ന് കരുതിയാണെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവും. അങ്ങനെ നായകൻ വന്ന കാര്യം അകത്തുള്ള വലിയ വലിയ ആളുകളൊക്കെ അറിഞ്ഞു. വരദന് ഒരു അനിയനുണ്ട്. അവന് വരദ ദേവനെ കൂട്ടിക്കൊണ്ടു വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെല്ലാം വലിയ വലിയ മിലിറ്ററി ആർമികളെയൊക്കെയാണ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ വരദ ഒരുത്തനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. അതുമാത്രമല്ല ഇവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ദേവയാണ്. അന്ന് ദേവയെയും അമ്മയെയും രക്ഷിക്കാൻ വേണ്ടി വരദ അവന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ടെറിട്ടറിയുടെ കാപ്പ് ഊരിക്കൊടുത്തതുകൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥ വന്നത്. ആരോട് ചോദിച്ചിട്ടാണ് കാപ്പ് ഊരിക്കൊടുത്തതെന്ന് ചോദിച്ച് അന്ന് രാജമന്നാർ വരദയെ വഴക്കു പറഞ്ഞിരുന്നു. ഇപ്പോ അവനെ തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാണ് അനിയൻ ബഹളമുണ്ടാക്കുന്നത്. എന്നാൽ വരദ ഒന്നും മിണ്ടാതിരിക്കുകയായിരിക്കും. സഭയിലെ 5ാമത്തെ ദൊരയായ നാരൻ തന്റെ മകൻ വിഷ്ണുവിനെ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൊരയാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ വിഷ്ണു രുദ്രന്റെ വലം കൈയാണ്. അതുകൊണ്ട് വരദൻ ഇനി മനസമാധാനത്തോടെ ഉറങ്ങാൻ പാടില്ല എന്ന് രുദ്രൻ വിഷ്ണുവിനോട് പറഞ്ഞയക്കും. പറഞ്ഞ പോലെ വരദയെ വിഷ്ണു വല്ലാതെ ടോർച്ചർ ചെയ്യാൻ ആരംഭിച്ചു. ദേവയ്ക്ക് ഇതെല്ലാം കണ്ട് ദേഷ്യം വരുമ്പോഴേക്കും വരദ അവനെ സമാധാനിപ്പിക്കും. അതുമാത്രമല്ല രുദ്ര അവനു വേണ്ടി ഒരു പണ്ഡിറ്റിനെയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അങ്ങനെ ദിവസം കഴിയും തോറും വരദന് നേരെയുള്ള ടോർച്ചർ കൂടിക്കൊണ്ടിരുന്നു. വരദദേവയെ സമാധാനപ്പെടുത്തി തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി വരദ നന്നായി മദ്യപിച്ച് എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. അതെന്റെ ജീവൻ പോവോ എന്ന് ഓർത്തല്ല, എന്റെ അനിയനോർത്ത് എനിക്ക് വല്ലാതെ ഭയമുണ്ട്. അതുകൊണ്ട് എന്റെ അനിയനെ നീ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ദേവയുടെ മടിയിൽ കിടക്കും. ഇനി സീസ്ഫയർ തിരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ആരൊക്കെ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നൊക്കെ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഗ്യാപ്പിൽ വിഷ്ണുവിനെ ദൊരയാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞതും തിരഞ്ഞെടുപ്പിന് ശേഷം വിഷ്ണുവിനെ ദൊരയാക്കാമെന്ന് രാധാരമ്മ വാക്കുകൊടുത്തു. അതിനിടയിലൂടെ രുദ്ര എല്ലാവരെയും ഒത്തുചേർത്ത് അവൻ കർത്തയാവണമെന്ന് പ്ലാൻ ചെയ്യും. ഇവിടെ ഒരു ഗ്രാമമുണ്ട്. അവിടെ പെണ്ണുങ്ങൾ മാത്രമാണുള്ളത്. വിഷ്ണു എപ്പോഴും അവിടേക്ക് വന്ന് ഒരു പട്ടം പറത്തി ആ പട്ടം ഏത് വീടിന്റെ മേലെയാണോ വീഴുന്നത് ആ വീട്ടിലെ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ക്രൂരമായി കൊന്നുകളയും. അതുപോലെ അന്നും അവിടേക്ക് വന്ന് പട്ടം പറത്തി അതൊരു വീടിന്റെ മേലെ വന്ന് വീണു. അവിടെയുള്ളൊരു കുട്ടിയോട് മോശമായി പെരുമാറുന്നത് കണ്ട് നായകനും ആദ്യമൊക്കെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നോക്കി. എന്നാൽ കൺട്രോൾ വിട്ട് അവിടെ ഗംഭീര ഒരു ഫൈറ്റ് നടത്തി. ആ ഫൈറ്റിൽ വിഷ്ണുവിനെ കൊല്ലുകയും ചെയ്തു. അവിടെയുള്ള സ്ത്രീകൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായി. വിഷ്ണുവിനെ കൊന്നതുകൊണ്ട് ദേവ, വരദ, അവരുടെ ഗ്യാങ് ഇവരെ എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടു. വിഷ്ണുവിന്റെ ഏരിയയിൽ വെച്ച് നടന്നതുകൊണ്ട് ഇനി ഇവരെ എന്ത് ചെയ്യണമെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ നാരനാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഞാൻ വരദയെ വെറുതെ വിടില്ല എന്ന് അയാൾ പറയുമ്പോൾ രംഗ വരദനെ ഞാനാണ് കൊല്ലുക എന്ന് വാശി പിടിക്കും. രമ വരദ മരിക്കുന്നതിൽ എനിക്കും സന്തോഷമാണ്. എന്നാൽ എൻ്റെ അച്ഛൻ കർത്തയുടെ വാക്ക് മറികടക്കാൻ എനിക്ക് പറ്റില്ല. ആളുകളെ അയച്ച് വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കണ്ട, നാരനോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് രമ പോവും. ഇപ്പുറത്ത് വരദനോട് സംസാരിക്കാനായി രമ അവളുടെ മാമനെ ഏർപ്പാടാക്കും. എന്നിട്ട് ആ മാമനും വരദന്റെ അടുത്ത് വന്ന് എന്ത് തന്നെ നടന്നാലും ജഡ്ജ്മെന്റിന്റെ സമയത്ത്
നീ വാ തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് പോവും. ഇപ്പോൾ ജഡ്ജ്മെന്റ് ആയതുകൊണ്ട് സഭയിലെ എല്ലാവരും വന്നിട്ടുണ്ട്. അവിടേക്ക് വരദയെയും ദേവനെയും കൂട്ടിക്കൊണ്ടുവന്നു. വിഷ്ണുവിന്റെ അച്ഛൻ ആരെയാണ് കൊല്ലുക എന്ന് പ്രതീക്ഷയോടെ നിൽക്കുകയായിരിക്കും അവിടെയുള്ളവർ. നാരൻ വരദനെ കൊല്ലാനായി മുന്നോട്ട് വന്നു. ഇവരുടെ ഇടയിലേക്ക് ദേവ വന്ന്, നിങ്ങളുടെ മകനെ ഞാനാണ് കൊന്നത്, അതുകൊണ്ട് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, വരദയെ ഒന്നും ചെയ്യരുതെന്ന് അപേക്ഷിക്കും. എന്നാലും നാരൻ അത് ശ്രദ്ധിക്കാതെ വരദയെ കൊല്ലാനായി മുന്നോട്ട് വന്നതും ദേവ അയാളുടെ കൈ അറുത്തു മാറ്റി. അതിനുശേഷം തലയും വെട്ടിമാറ്റി. അതുകൊണ്ട് ഇവരെ വീണ്ടും ജയിലിൽ കൊണ്ടിട്ടു. സാഹചര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ രമ അവളുടെ അച്ഛനെ കിട്ടാനായി ഒരുപാട് തവണ കോൾ ചെയ്തു നോക്കി. എന്നാൽ കോൾ എടുത്തില്ല. ഇപ്പുറത്ത് ഇവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. സീസ്ഫയറിനെ കുറിച്ചും ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് പക്ഷത്തിനും വോട്ട് തുല്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അവിടെ വരദയുടെ വോട്ട് കൂടി രേഖപ്പെടുത്തും. അങ്ങനെ നടന്നില്ലെങ്കിൽ വരദ ജയിലിലായതുകൊണ്ട് വരദയുടെ അഭിപ്രായത്തിന് ഒരു വിലയും ഉണ്ടാവില്ല. ഇപ്പോൾ രമ നാളെ കർത്ത രാജമന്നാർ ഇവിടെ എത്തും. അതുകൊണ്ട് അവർക്കെതിരായി സീസ്ഫയർ വേണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് അച്ഛന്റെ അഭിമാനത്തെ ബാധിക്കും. അതുകൊണ്ട് അച്ഛന് മാനക്കേടുണ്ടാക്കാത്ത വിധം സീസ്ഫയറിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് വരദനോട് വന്ന് പറയും. അങ്ങനെ തിരഞ്ഞെടുപ്പ് ദിവസമെത്തി. രാജമന്നാരും ആ സമയമായപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. എന്നിട്ട് സീസ്ഫയറിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഇപ്പോൾ വരദയോട് ചോദിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. വരദയും ദേവയും ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. രണ്ടുപേർക്കും വയലൻസ് വളരെ ഇഷ്ടമാണ്. സോ വരദ സീസ്ഫയറിനെ പ്രതികൂലിച്ച് വോട്ട് ചെയ്യും. അതുകൊണ്ട് സീസ്ഫയർ ക്യാൻസൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെ എല്ലാവരും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു. പുലർച്ചെ 12 മണിക്ക് യുദ്ധം സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കും. എല്ലാവരും യുദ്ധത്തിനായി എല്ലാം ഒരുക്കി. ഇതിനിടയിലൂടെ ജയിലിലേക്ക് വന്ന വരദയുടെ കൂടെയുണ്ടായിരുന്നവരെയെല്ലാം കൊല്ലാനുള്ള പ്ലാനും നടത്തുന്നുണ്ട്. ജയിലിലേക്ക് വന്ന രംഗ അവൻ വളർത്തിയ സൈക്കോകളെ വെച്ച് വരദയെ കൊല്ലാൻ നോക്കുന്നുണ്ട്. അവിടെ ഗംഭീര ഒരു ഫൈറ്റ് തന്നെ നടന്നു. ഇതിനിടയിലേക്ക് ദേവ വന്ന് എല്ലാവരെയും വെട്ടിയും കുത്തിയും കൊന്നു. തനിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് രമ വന്ന്, എന്തിനാണ് നമ്മുടെ ഏരിയ ഇങ്ങനെ വയലൻസ് ആക്കി മാറ്റുന്നത് എന്ന് ചോദിക്കും. അതിനച്ഛനും 1000 വർഷങ്ങളായി നമ്മുടെ ബ്ലഡിൽ വയലൻസ് അടങ്ങിയിട്ടുണ്ട്. 25 വർഷം അത് നിർത്തിവെച്ചു. അത്ര തന്നെ. ഇപ്പോൾ നമുക്കിടയിൽ തന്നെ മത്സരം നടക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെ പദവിക്ക്, കർത്തയാകാൻ വേണ്ടി. ഇവിടെ രംഗയെ ദേവ കൊന്നു. അപ്പോൾ വരദ ദേവയോട്, ചെറുപ്പത്തിൽ ഞാനൊരു മലയുടെ മേലെ നിന്ന് ഖാൻസാറിനെ നോക്കി കണ്ടിരുന്നു. അന്നു മുതൽ ചെറിയ ചെറിയ ടെറിട്ടറിയായി അല്ലാതെ മൊത്തം ഖാൻസാറും എനിക്ക് വേണമെന്ന് ഒരാഗ്രഹം പറഞ്ഞതും അത് നിനക്കുള്ളതാണെന്ന് ദേവയും അവന് വാക്കുകൊടുക്കും. ഇവിടെ രുദ്ര അവൻ്റെ മാമനെയും കൂട്ടുപിടിച്ച് ഖാൻസാർ മുഴുവൻ അവൻ്റെ അധീനതയിലാക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അച്ഛൻ രമയോട് പറയും. ഇതെങ്ങനെയാണ് മനസ്സിലായതെന്ന് രമയും തിരിച്ച് അച്ഛനോട് ചോദിക്കും. അതിന് രാജമന്നാരും രുദ്ര പണ്ഡിറ്റിനെ എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് എനിക്ക് നല്ലോണം അറിയാമെന്ന് പറയും. ഖാൻസാർ വിട്ട് പുറത്തു പോയതിൻ്റെ കാരണം വലിയൊരു വെപ്പൺസ് ഡീല് നമ്മുടെ ഖാൻസാറിൽ നടന്നിട്ടുണ്ട്. ആ ഓർഡർ ആരാണ് കൊടുത്തതെന്ന് നോക്കിയപ്പോൾ അത് വാലിയാണ്. ഇപ്പൊ രമയോട് 2 കാരണങ്ങൾ പറഞ്ഞു. എന്നിട്ട് തിരു എന്ന ആളെ അടിച്ചു കൂട്ടിക്കൊണ്ടുവരും. ഇയാൾ പറഞ്ഞ 3ാമത്തെ കാരണമായിരുന്നു ഷോക്കിംഗ് ആയത്. 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വേട്ടയാടിയത് ഇന്ന് എന്നെ നശിപ്പിക്കാനായി വന്നിരിക്കുകയാണ്. എന്നിട്ട് ഭാരവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ രമയ്ക്ക് വിശ്വസിക്കാനേ കഴിയില്ല. തൻ്റെ ഭർത്താവോ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു അടിപൊളി ട്വിസ്റ്റ്. സത്യത്തിൽ ഭാരവ മന്നാർ വംശമല്ല. ഈ ഖൻസാറിനെ ചുറ്റി ഇത്രയും വലിയ മതിലും വെപ്പൺസും എന്തിനാണെന്നറിയോ? അവരിൽ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ അവർ നമ്മളെ നശിപ്പിക്കുമെന്ന ഭയം കൊണ്ടാണെന്ന് പറയും. രമ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിക്കും. അതിന് അച്ഛനും സൗരാംഗ്യ വംശം ജീവനോടെയുണ്ട് എന്ന ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം പറയും. അതിലും ഭാരവ സൗരാംഗ്യ വംശനാണെന്ന് പറഞ്ഞതും രമയ്ക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് 25 വർഷം മുൻപ് മന്നാർ വംശക്കാർ സൗരാംഗ്യ വംശരെ ഒരു ദയയും കൂടാതെ വെട്ടിയും തീ വെച്ചും കൊന്നിരുന്നല്ലോ. എന്നാൽ ചിലര് തൻ്റെ മക്കളെ രക്ഷിക്കാനായി ഡ്രെയിനേജിന്റെ അടിയിലേക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്നു. അവരെല്ലാം വലുതായി ഒരു ടീമായി നമ്മളെ കൊല്ലണമെന്ന വാശിയോടെ വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനിയാണ് നിന്റെ ഭർത്താവ് ഭാരവ എന്നും പറയും. 25 വർഷം ശരിയായ സമയത്തിനായി കാത്തിരുന്ന് സമയമായപ്പോൾ ഈ വീടിനുള്ളിലേക്ക് വന്ന് അച്ഛനെ ഓരോന്ന് പറഞ്ഞ് വരദൻ അനുകൂലമാക്കി സംസാരിപ്പിച്ച് അതിനുശേഷം രംഗയെയും രുദ്രയെയും പറഞ്ഞു മയക്കി വരദനെതിരെ ഒരു യുദ്ധം തന്നെ ഉണ്ടാക്കിയെടുത്തു. സീസ്ഫയർ പ്രഖ്യാപിച്ചു. വരദ ദേവയെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പ്രശ്നങ്ങൾ മേൽക്കുമേൽ നടന്നു. നാശവും തുടങ്ങി. ദേവ വരദന് വേണ്ടി ഒരുപാട് പേരെ കൊന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ തിരു അവരോട് പറഞ്ഞു. 25 വർഷം മുൻപ് ആ വംശത്തിന്റെ തലവനെ കൊന്ന് അയാളുടെ ഭാര്യയെയും മകനെയും കൊല്ലാൻ ആളുകളെ വിട്ടിരുന്നു. അവിടേക്കാണ് വരദ വന്ന് അവരെ വിട്ട എന്റെ രാജ്യം വിട്ടുതരാമെന്നും പറഞ്ഞ് കാപ്പൂരി കൊടുത്തത്. സോ വരദ അന്ന് രക്ഷിച്ച ദേവ വേറെ ആരുമല്ല, സൗരാംഗ്യ വംശത്തിന്റെ തലവന്റെ മകൻ, സൗരാംഗ്യന്റെ പിൻഗാമി.
ഇതറിയാതെയാണ് വരദദേവയെ കൂടെ കൂട്ടിയത്. അതുമാത്രമല്ല, ഇക്കാര്യം ദേവയ്ക്ക് അറിയുമോ എന്നും അറിയില്ല. അന്ന് അവനിവിടെ വന്ന ശേഷം എന്തൊക്കെ നടന്നു എന്ന് കണ്ടില്ലേ എന്നൊക്കെ തിരു അവരോട് പറയും. ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ പദവിയുടെ ശരിയായ പിൻഗാമി ദേവയാണ്. ഒരു സൈഡിൽ രുദ്രനും മാമനും കൈകോർത്തു, ഇപ്പുറത്ത് വാലിയും ഗ്യാങ്ങും വെപ്പണുമായി റെഡിയായി നിൽക്കുന്നു. വേറൊരു സൈഡിൽ ഈ സൗരാംഗ്യ വംശക്കാർ ഇവരുടെ ഭരണം നശിപ്പിക്കാനായി ഒരു കൂട്ടമായി നിൽക്കുന്നു. ഇതിനെല്ലാം നടുവിലായി സത്യം അറിഞ്ഞോ അറിയാതെയോ ദേവ ഈ രാജ്യം വരദയ്ക്ക് കൊടുക്കാമെന്ന് സത്യം ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇനി എന്തുണ്ടാകും? ആരൊക്കെ ജീവനോടെ ഉണ്ടാകും? കൃഷ്ണകാന്തിനും മകൾക്കും ഇവരുമായി എന്താണ് ബന്ധം? രമ ഈ അവസ്ഥയിലായതിന്റെ കാരണമെന്ത്? നായികയെ ഇവരെന്തിനാണ് ഇങ്ങനെയിട്ട് ഓടിക്കുന്നത്? ദേവയ്ക്ക് സത്യം അറിയുമോ ഇല്ലയോ? ഇത്രയും വലിയ രാജ്യം വരദന് കൊടുത്ത് ഇവര് രണ്ടുപേരും എന്തിനാണ് പിരിഞ്ഞത്? ശത്രുക്കളാവാൻ എന്താണ് കാരണം? രാജമന്നാർക്ക് എന്ത് സംഭവിച്ചു? എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടായിരിക്കും സലാർ പാർട്ട് 2 വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാർട്ട് 2ലേക്ക് ലീഡ് വെച്ച് പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.